നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ ശ്യാം സുന്ദറാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ ശ്രീ മോഹൻലാലിനെ എതിരെ വളരെ മോശമായ കമൻ്റ് ഇട്ടിട്ട് ചെകുത്താൻ എന്ന പേരിൽ ഉള്ള അജു അലക്സ് ഇയാളിപ്പോൾ ജയിലിലാണ്. ജയിലിലാവുക എന്ന് പറഞ്ഞാൽ അതും അയാൾക്ക് വീണിടം വിഷ്ണുലോകമാണ്. അയാൾക്ക് എന്ത് ജയില്? കുറച്ച് പുത്തൻ കറൻസിയും ഉണ്ടെങ്കിൽ, കുറച്ച് സ്വാധീനിക്കാൻ തക്ക രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ഏത് യൂട്യൂബർക്കും ജയിലിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ അതും കാശാണ്. അല്ലാതെ ഇതൊന്നും വലിയ കാര്യമില്ല. ഇവനെപ്പോലുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലണം ശരിക്ക്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു പട്ടാള ഉദ്യോഗസ്ഥനും കൂടിയാണ് അദ്ദേഹം. കാരണം പുതിയ യുവതലമുറയെ പട്ടാള എന്ന ആ സൈന്യത്തിലേക്ക്, ഭാരതത്തിൻ്റെ ഇന്ത്യൻ സേനയിലേക്ക് നയിക്കാനുള്ള അല്ലെങ്കിൽ പ്രോത്സാഹനമാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ മെഗാസ്റ്റാർ. ഇദ്ദേഹത്തിനെതിരെ മോശമായ കമൻ്റ് ഇടാനുള്ള യോഗ്യത, കാരണം അവൻ വേറൊരു നടൻ്റെ ഒരു ആരാധകനാണ്. അപ്പോൾ ഒരു ആരാധകൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ വളരെ മോശപ്പെട്ട നടനാണെന്നും അയാൾ ചെയ്യുന്ന ചെയ്തികളെല്ലാം മോശമാണെന്നും ചിന്തിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളിൽപ്പെട്ട ആളാണ് ശ്രീയല്ല ചെകുത്താൻ എന്ന് പറയുന്നവൻ. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ, തൊപ്പി എന്ന് പറയുന്ന ഒരുത്തരുണ്ട്, അതുപോലെ ഇതുപോലെ ഒരുപാട് ആഭാസമായി യുവതലമുറയെ വഴിതെറ്റിക്കുന്ന യൂട്യൂബർമാർ നമ്മുടെ മലയാളക്കരയിൽ ഇഷ്ടം പോലെയാണ്. മുക്കിൽ യൂട്യൂബ്. കാരണം യൂട്യൂബിൽ ഒരു 10 ഒരു 2 ലക്ഷം ആളുകൾ, 2 ലക്ഷം 5 ലക്ഷം ആളുകൾ കണ്ടാൽ അതിനനുസരിച്ചൊക്കെ പണം വരും. അപ്പം പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് കോപ്പറാട്ടിത്തരും, എന്ത് ചെറ്റത്തരും, ആരെ കൂട്ടിക്കൊടുക്കാനും തയ്യാറാണ് ഇവനെ പോലുള്ള ഫ്രോഡുകൾ. അപ്പോൾ നല്ല യൂട്യൂബർമാർ ഈ സമൂഹത്തിലുണ്ട്. കാരണം സമൂഹത്തിലെ തിന്മയെ തുറന്നു കാണിക്കാനും പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാനും അവരെ കണ്ണീരൊപ്പാനും അതുപോലെ അവരുടെ വിശപ്പ് മാറ്റാനും അവരെ വിദ്യാഭ്യാസപരമായ രീതിയിൽ മുൻപന്തിയിൽ എത്തിക്കുന്ന ഒരുപാട് നല്ല യൂട്യൂബർമാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരെ പോലുള്ള നല്ല ആളുകൾക്കും കൂടി മോശമാണ് അവനെപ്പോലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഈ അജു അലക്സിനെ പോലുള്ള ആളുകൾ. അവനെ കണ്ടാൽ തന്നെ അറിയാവുന്ന ഒരു ചെകുത്താൻ, ഒരു സാത്താൻ്റെ ലുക്കാണ് അദ്ദേഹത്തിക്ക്. ഇവനെ പോലുള്ള ആളുകളെയൊക്കെ സമൂഹം തിരസ്കരിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് അവൻ്റെ ഓരോരോ പ്രോഗ്രാം കണ്ടിട്ട് അതിനെ ലൈക്ക് അടിക്കാനും അതിനെ സബ്സ്ക്രൈബ് ചെയ്യാനും അല്ല വേണ്ടത്. അപ്പോൾ അത് എല്ലാ മനുഷ്യരും എല്ലാവരും ശ്രദ്ധിക്കുക. നെഗറ്റീവായുള്ള കാട്ടിക്കൂട്ടലുകളിലെ ആരും തന്നെ പ്രോത്സാഹിപ്പിക്കരുത്. ഇപ്പോൾ മതപരമായ രീതിയിൽ കുറേ ആളുകൾ ഇപ്പോൾ കളിക്കുന്നുണ്ട്. മതം അപ്പോൾ അതിനെതിരെ പറയുന്നവനെയൊക്കെ നിയമപരമായ രീതിയിൽ നേരിടുക, അല്ലെങ്കിൽ കായികപരമായി നേരിടുക, അല്ലെങ്കിൽ ആൾക്കൂട്ട രീതിയിലൊക്കെ മർദ്ദിക്കുക. ഇങ്ങനെയാണ് ഈ മതവും രാഷ്ട്രീയവും ഒക്കെ ഇപ്പം നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള തെണ്ടി തേവിടിശി മക്കളെ ഒക്കെ തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം. അവൻ യവനായിക്കോട്ടെ, ഏത് രാഷ്ട്രീയക്കാരൻ്റെ മൂടുതാങ്ങിയാവട്ടെ, ഏത് മതത്തിൻ്റെ പിന്നാലെ നടക്കുന്നവനാട്ടെ, ഇങ്ങനെയുള്ള ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തുന്നതിന് പകരം ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ നാട് വീണ്ടും കുട്ടിച്ചോറാവില്ലേ? നമ്മുടെ തലമുറകളൊക്കെ വഴിതെറ്റില്ലേ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ മക്കളൊക്കെ ഇവനെ പോലുള്ള ആഭാസന്മാരിൽ ആകർഷകരായിട്ട് അതിനെ അംഗീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യുക. അപ്പൊ അതിന് ഇടവരാതിരിക്കണമെങ്കിൽ ഇവനെ പോലുള്ള ചെകുത്താന്മാരെ നമ്മൾ പെട്ടിയിലടയ്ക്കണം. സത്യം പറഞ്ഞാൽ സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യണം. ഇവനെ പോലുള്ള ചെകുത്താന്മാരെ കുരിശ് കഴുത്തിലിട്ട് അല്ലെങ്കിൽ അവരുടെ നെഞ്ചത്ത് വെച്ചിട്ട് അടക്കം ചെയ്യണം. ഇവനൊക്കെ ഒരു തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചവനാണോ? ആണെങ്കിൽ ഇതുപോലുള്ള ഒരു മഹാനടനെ, അതും രാജ്യത്തിൻ്റെ ഒരു സൈന്യത്തിലുള്ള വ്യക്തിയെ, ഇന്ത്യൻ പട്ടാളത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ ഇതുപോലുള്ള തെമ്മാടി മക്കൾ അറിയണം. ഇന്ത്യൻ സൈന്യം എന്നാൽ എന്താണ്? ഇവരൊക്കെ ആർക്ക് വേണ്ടിയാണ് അവർ ആ കുപ്പായിട്ട് നടക്കുന്നത്? ഇത്രയും പണവും പദവിയും ആൾബലവും അല്ലെങ്കിൽ എല്ലാ സ്വാധീനങ്ങളും എല്ലാം ഉള്ളൊരു മോഹൻലാലിനെ പോലൊരു വ്യക്തിക്ക് ഈ പട്ടാളത്തിൽ ചേരേണ്ട ആവശ്യം എന്താണ്? അദ്ദേഹത്തിന് അതിൻ്റെ സൈന്യത്തിൽ അയാൾ നിൽക്കേണ്ട കാര്യം എന്താണ്? അതൊക്കെ നമ്മുടെ അഭിമാനമാണ്, രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അല്ലാണ്ട് വെറുതെ 2 അഭിനയം കാഴ്ചവെച്ച് ലൊട്ടിലൊടുക്ക് കണ്ട് പാട്ടും പാടി 2 കഥാപാത്രങ്ങൾ മെനഞ്ഞ് കോടികൾ മെനഞ്ഞ് കുറച്ച് ചാരിറ്റി എന്ന ഓമനപ്പേരിൽ എന്തെങ്കിലും കുറച്ച് വിതരണം ചെയ്യുന്ന അല്ല.
ഇതിൽപ്പെട്ട ആളല്ല ശ്രീ മോഹൻലാലിനെ പോലുള്ള ആളുകൾ. ഈ ദിവസം ചൂരൽമലയിലെ ദുരന്തത്തിന് ഉരുൾപൊട്ടലിലെ ആ സ്ഥലത്ത് എത്തിയ മോഹൻലാൽ എത്ര രൂപയാണ് പാവപ്പെട്ട ആളുകളെ സഹായിച്ചതറിയോ? 10-25 ലക്ഷം രൂപയെങ്കിലും അദ്ദേഹം ക്യാഷ് ആയിട്ട് തന്നെ സാധുക്കൾക്ക് പരമാവധി കഴിയുന്ന പോലെയൊക്കെ സഹായിച്ചതായിട്ടാണ് എനിക്ക് കിട്ടിയ അറിവ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ, ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആനക്കാരെന്നല്ല, കോടിക്കണക്കിന് ഉറുപ്പിന്റെ ആസ്തിയുള്ള ആളുകൾക്ക് 3 കോടി എന്ന് പറഞ്ഞാൽ വലിയ സംഭവം എന്നല്ല. മമ്മൂട്ടിക്കായാലും മോഹൻലാലിനായാലും അല്ലെങ്കിൽ ഒരുപാട് നടന്മാർക്കൊക്കെ 100 കോടി, 500 കോടി, 2000 കോടി, 5000 കോടി, 10,000 കോടി രൂപയുടെ ആസ്തിയുള്ള ആളുകളാണ് ഇവരൊക്കെ. എന്നാൽ ഇയാൾ എന്താണ് ഈ 3 കോടിക്ക് പുറമെ അവിടെയുള്ള സ്കൂളുകളൊക്കെ ഇദ്ദേഹം സ്വന്തം ചെലവിൽ നിർമ്മിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്, ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യരെ കരിവാരി തേച്ച് സമൂഹത്തിന് മുമ്പിൽ കയ്യടി മേടിക്കാൻ വേണ്ടി നടക്കുന്ന തെണ്ടിത്തെമ്മാടികളെ കാണേണ്ട പോലെയാണ് കാണേണ്ടത്. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ശേഷിക്കുന്ന ആളുകൾക്ക് ഈ കേരളത്തിൽ ഇപ്പോൾ കിട്ടിയ ആ ധനസഹായം ഒരുപാട് സംഭാവനകൾ പിരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നിലമ്പൂരിൽ തന്നെയാവട്ടെ, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ പല രീതിയിലുണ്ട്. ഇപ്പം പല സംഘടനകൾ, രാഷ്ട്രീയക്കാർ, ജാതിക്കാർ, മതക്കാർ, അതുപോലെ ഒക്കെ നമ്മൾ പണം പിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വേറെ എല്ലാം നമ്മൾ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഓരോ ഈ അവസ്ഥ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് 1 കോടി രൂപയെങ്കിലും അത് കൊടുത്താൽ മതി. സത്യത്തിൽ ഈ 1 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരത് വീടോ കാറോ അല്ലെങ്കിൽ ലോൺ അടയ്ക്കലോ അതുപോലെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അവർക്ക്. അല്ലാണ്ട് ഒരു വെറുതെ 10-15 ലക്ഷം ഉറുപ്പ്യേൻ്റെ വീടുണ്ടാക്കി കൊടുത്തിട്ട് ഓടിപ്പോരല്ല വേണ്ടത്. ഇവർക്ക് 1 ലക്ഷം രൂപയെങ്കിലും ഓരോരുത്തർക്കും കിട്ടുന്ന രീതിയിലായിരിക്കണം ഇപ്പോൾ കിട്ടിയ പണം. കാരണം ഇപ്പോൾ ചുരുങ്ങിയത് നമുക്കൊക്കെ അറിയാം, ഒരു 10-25,000 കോടി രൂപയെങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടാൻ കിടക്കുന്നുണ്ട്. ഇനിയും ആരൊക്കെയോ തരാനും കൊടുക്കാനും. ആർക്കാണ് കൊടുക്കുന്നത്? എന്തിനാണ് ഈ പണമൊക്കെ സമാഹരിക്കുന്നത്? ഇതിൽ നിന്ന് 1 രൂപയെങ്കിലും അനാവശ്യമായ രീതിയിൽ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ആര് വിനിയോഗിച്ചാലും വേണ്ടില്ല. അവർക്ക് അതിനുള്ള ശിക്ഷ, ദൈവം എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ, ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ ആ ദുരന്ത മേഖലയിൽ പോയിട്ട് കക്കാൻ പോയ കുറേ കള്ളന്മാരുണ്ട്. കക്കാൻ പോവുക, 60 പവന് സ്വർണം വീട് കല്യാണത്തിന് എടുത്തു വെച്ചാൽ വീട് കുത്തി തുറന്ന് അതെടുക്കുക, അതുപോലെ തന്നെ പലതും മോഷ്ടിക്കാം. ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവരൊക്കെ പോലീസിൽ ഏൽപ്പിക്കുകയല്ല വേണ്ടത്. ഇവരൊക്കെ അപ്പപ്പോൾ ഷൂട്ട് ചെയ്യണം ഇതുപോലുള്ള തെമ്മാടികളെ. എന്നാൽ ഈ പോത്തുകല്ല് ഭാഗത്തും നിലമ്പൂരും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലെ നിസ്വാർത്ഥ സേവനം എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടിയും കുടുംബം വീടും എല്ലാം ഉപേക്ഷിച്ച് ഈ ഒരു രക്ഷാദൗത്യത്തിന് ഉറപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എത്രമാത്രം മനസ്സ് വിങ്ങി പേടിച്ച് ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സഹോദരികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി. അവരുടെ ബോഡി, അവരുടെ ജഡം തിരഞ്ഞ് നടന്ന് അവരെ എടുത്ത് അങ്ങനെ കൊണ്ടുപോയി. കാരണം അവരൊക്കെ പലർക്കും ആഭരണങ്ങളുണ്ട്, മോതിരമുണ്ട്, മാലയുണ്ട്. ഇതൊക്കെ കക്കാൻ നിൽക്കുമോ? അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്ക് മനസ്സ് വരുന്നത്? അപ്പോൾ 1 കോടി രൂപയെങ്കിലും ആ കുടുംബത്തിനൊക്കെ, ആ വ്യക്തികൾ, ശേഷിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം. അവർ കാറ് മേടിക്കട്ടെ, അവർക്ക് ജോലി വേണം, അവർക്ക് കച്ചവടം ചെയ്യണം. പലർക്കും വൈകല്യമുള്ള ആളുകളുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടും അടിത്തറയിളകിയ ആളുകളാണ് ഇവരൊക്കെ. അല്ലാണ്ട് വെറുതെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം അല്ലെങ്കിൽ ദുരന്ത മേഖലയിൽ ഒരു സഹായം എന്ന രീതിയിൽ അവർക്കൊരു വീടുണ്ട് വെച്ച് കൊടുത്ത് ഒരു കട്ടിങ് കാസേരയും മേശയും കട്ടിനും അത് മാത്രം ഉണ്ടാക്കി പോരുകയല്ല വേണ്ടത്. ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം, അത് ഗവൺമെൻറ് ചെയ്യട്ടെ. അല്ലാതെയുള്ള സംഘടനകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവരുടെ പുനരധിവസിപ്പിക്കാനുള്ള സഹായമായിട്ട് ഇത്രയും 500 കുടുംബം ഉണ്ടെങ്കിൽ ഒരു 500 കോടി രൂപയുടെ ആവശ്യമേ ഉള്ളൂ. വെറും 500 കോടി രൂപ. അതും നമുക്കിപ്പോൾ കിട്ടിയത്രയാണ്, എത്രയോ 25,000-50,000 കോടി കിട്ടിക്കഴിഞ്ഞു. പലരും അത് പറയുന്നില്ല, മറച്ചു വെക്കുകയാണ് പലരും. ഓരോ സംഘടനയ്ക്ക് കിട്ടിയ പണം അവർ അറിയിക്കുന്നുണ്ടോ? അങ്ങോട്ട് തോന്നുന്ന പോലെ എല്ലാവരും പിരിക്കുകയാണ് അവിടുന്ന്. അപ്പം കൊടുക്കേണ്ടത് എന്താ? ഓരോ സ്നേഹനിധികളായ സുമനസ്സുകളായിട്ട് നമ്മുടെ സഹജീവികളാണല്ലോ, ഓരോ ദുരന്തത്തിൽപ്പെട്ടുമല്ലോ. അപ്പം ഇവർ മുഖാന്തരം കൊടുക്കാമെന്ന് കരുതിയാണ് പലർക്കും കൊടുക്കുന്നത്. ഇവരൊക്കെ അത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്?
മാത്രമല്ല, ഈ ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമല്ലാതെ ശേഷിക്കുന്ന പണം ഇനിയും പല ദുരന്ത മേഖലകൾ കിടക്കുന്നുണ്ട്. നരകിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ദുരിതം അനുഭവിച്ച് ഉരുൾപൊട്ടിയിട്ട് വേണം കൊടുക്കാമെന്ന് വെച്ച് മാറ്റിവെക്കാതെ ഇനിയുള്ള ആളുകളിലേക്ക് മാറ്റി പാർപ്പിക്കാനും അവർക്കൊരു തൊഴിൽ, അവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ഇനിയുള്ള സംഖ്യ, ശേഷിക്കുന്ന പണം എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം അതിൽ നിന്ന് ഒരു കാലി ചായ കുടിച്ചാൽ ആ പട്ടിണി പാവങ്ങൾ അവരുടെ കണ്ടില്ലേ, ഓരോരുത്തരുടെ കൈയും കാലും ഉടലുമില്ലാതെ എത്ര മൃതശരീരങ്ങളാണ് പുഴയിൽ കൂടി ഒഴുകി നടന്നത്. ഇതൊക്കെ ഇന്നലെ നാളെ നമ്മൾക്കും സംഭവിക്കും, നമ്മുടെ കുടുംബത്തിന് സംഭവിക്കും, നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും എല്ലാം ഈ ദുരന്തം നമ്മളെയും ഇന്നല്ലെങ്കിൽ നാളെ കാത്തിരിക്കുകയാണ്. അതിന് ഒരുപക്ഷെ 50 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം, 100 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം, എന്നാലും നമ്മുടെ തലമുറയാണ്, അവരെയൊക്കെ വേട്ടയാടും. അതിനിടവരാതിരിക്കാൻ നമ്മൾക്ക് കിട്ടുന്ന സമ്പാദ്യം, ഇതുപോലുള്ള പാവപ്പെട്ട ആളുകളെ പേര് പറഞ്ഞ് മേടിക്കുന്ന പണം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഓരോ ദുരന്തമുഖത്തും നമ്മുടെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല നല്ല കരങ്ങളുണ്ട്. അത് മുസ്ലിം പുരോഹിതൻ്റെ വേഷത്തിലാണ്, ചിലർ ഹൈന്ദവരുടെ വേഷത്തിലാണ്, ചിലരത് ക്രിസ്തീയ വേഷത്തിലാണ്. അതാണ് സ്നേഹം. ആ സ്നേഹമുള്ള സ്നേഹനിധികളായ ആളുകൾ ധാരാളമുണ്ട്. എങ്കിലും അതിൻ്റെ ഇടയിൽ കാര്യം കാണാൻ വേണ്ടി മതം കുത്തിക്കയറ്റുന്ന ഒരു പറ്റം ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട്. അവരെ സൂക്ഷിക്കണം. നമ്മുടെ കൂടെ നടക്കുന്ന പലരുമുണ്ട്. മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ഒരുപാട് ആളുകൾ, ചാരിറ്റി എന്ന ആ ഒരു പവിത്രമായ പേരിനെ വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം ആളുകളെ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുകയല്ല വേണ്ടത്. അവനെ നമ്മൾ അകറ്റി നിർത്തണം. എവനായാലും, അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഏതായാലും വേണ്ടില്ല. തെറ്റ് കണ്ടാൽ, അനീതിയാണെങ്കിൽ, അക്രമകാരികളാണെങ്കിൽ, മതഭ്രാന്തന്മാരാണെങ്കിൽ, രാഷ്ട്രീയ ഭ്രാന്തന്മാരാണെങ്കിൽ, ഏത് നായിൻ്റെ മക്കളാണെങ്കിൽ ശരി, എത്ര ഉന്നത സ്ഥാനം വഹിക്കുന്ന പൊലയാടി മക്കളാണെങ്കിൽ ശരി, അവനെ അകറ്റി നിർത്തണം. അവനെ ഭയപ്പെടുകയല്ല വേണ്ടത്, അവനെ പുച്ഛിച്ച് ആട്ടിവിടണം. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള യൂട്യൂബർമാരാണ്, ഒരു പറ്റം യൂട്യൂബർമാരാണ് ഇതിൽ കുറേ കാരണങ്ങൾ. ഇവരാണ് ഈയാമ്പാറ്റകളെ പോലെ ഇങ്ങനെ മഴക്കാലത്ത് കണ്ടില്ലേ, ഈയാമ്പാറ്റകൾ പെട്ടെന്ന് ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരുന്നു, നിമിഷ നേരം കൊണ്ട് താഴെ ചിറകടിഞ്ഞ് അവർ താഴെ വീണ് പോകുന്ന ആളുകൾ. ഇവരൊരു പരിധി വരെ ഇവരെ സൂക്ഷിക്കണം. സത്യം പറയുന്ന ആളുകളെ അല്ല വേട്ടയാടേണ്ടത്. സത്യം പറയുന്ന ആളുകൾ 100-ൽ 5 എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ 100-ൽ 95 പേരുമാണ്. ഇത്തരം പൊയ്മുഖങ്ങൾ ചാരിറ്റിയിലെയാണെങ്കിലും മതത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സംഘടനയിലാണെങ്കിലും കാര്യം കാണാൻ വേണ്ടി സ്വന്തം ആളുകളെ വരെ ബലിയാടാക്കുന്ന ആളുകളുണ്ട്, രക്തസാക്ഷികളാക്കുന്ന ആളുകളുണ്ട്. ഇവന്മാരെ ആരായാലും അകറ്റി നിർത്തണം. അല്ലാണ്ട് എൻ്റെ മതം, എൻ്റെ ദൈവം, അങ്ങനെ ഒരു മണ്ണാങ്കട്ടിയില്ല, ഒരു മതവും ഇല്ല, ഒന്നുമില്ല. കാര്യം കാണാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിൽ കൂട്ടായ്മയാണ്. അതിനു വേണ്ടിയുള്ള ഉണ്ടാക്കിയ സംവിധാനങ്ങളാണ് ഇതെല്ലാം. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് അപ്പം തൊട്ട് അവനെവിടെ മതം, അവനെവിടെ ദൈവം, അവനെവിടെ സംഘടന. ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയാണ്. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് അതൊരിക്കലും തന്നെ അത് ബലിയാടാക്കാനുള്ളതല്ല, അത് മാറാനുള്ളതുമല്ല, മാറ്റാനുള്ളതുമല്ല, അത് ആചരിക്കാനുള്ളതാണ്. അത് സ്വകാര്യതയാണ്. ഒരിക്കലും അന്യൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ രാഷ്ട്രീയ സ്പിരിറ്റ് ആവട്ടെ, മതമാവട്ടെ, ജാതിയാവട്ടെ ഒന്നും
ഇഞ്ചക്റ്റ് ചെയ്യണ്ട. അങ്ങനെ ചെയ്യുന്നവനെ അടിച്ച് തല്ലിക്കൊല്ലണം ശരിക്കും. അത് പറയുന്നത് തീവ്രവാദിയായതുകൊണ്ടല്ല, അങ്ങനെ ഒരു തീവ്രവാദിയുമില്ല. നന്മ പറയുന്നതും നല്ല ചെയ്യണമെന്നും എല്ലാവരും സ്നേഹത്തോടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവനെ സമൂഹം ഒറ്റപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ലെഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തികൾ ഇനിയും ഒരു പട്ടാളക്കാരനെ അല്ലെങ്കിൽ ഒരു സൈന്യത്തിന് അത് ക്ഷീണം ചെയ്യില്ലേ? നമ്മുടെ രാജ്യമല്ലേ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ ഇവരൊക്കെ പോരാടുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ സഹവർത്തിക്കുക, എല്ലാവരും ഐക്യതയോടെ കൂട്ടിപ്പിടിക്കുക. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി മതം, രാഷ്ട്രീയം, ജാതി ഒന്നും കുത്തിക്കയറ്റണ്ട ഒരുത്തനും. ഇതുപോലുള്ള യൂട്യൂബർമാരെ നിലയ്ക്ക് നിർത്തണം. നല്ല യൂട്യൂബർമാരെ ചേർത്ത് പിടിക്കുക, അവരെ സഹായിക്കുക, അവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അവരെ പ്രചരിപ്പിക്കുക. അല്ലാത്തതൊക്കെ ഇതുപോലുള്ള ചവർ വേസ്റ്റ് ആളുകളെയൊക്കെ തീർക്കണം ശരിക്ക്. വെടിവെച്ച് ഞാൻ പറഞ്ഞില്ലേ, സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുക വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം. നമസ്കാരം.